ഓക്കെ. നമ്മളെ വെഞ്ചുറിമീറ്ററിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തു. സോ നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നോക്കുകയാണ്. An oil of specific gravity 0.8 is flowing through a venturimeter having inlet diameter 20 centimeter and throat diameter 10 centimeter. The oil mercury differential manometer shows a reading of 25 centimeter. Calculate the discharge of oil through the horizontal venturimeter. Take CD is equal to 0.98. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് വെഞ്ചുറി മീറ്ററിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ഏതാണ്? നമ്മുടെ an oil of specific gravity 0.8 is flowing through a വെഞ്ചുറി മീറ്റർ. അപ്പൊ നമ്മുടെ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന നമ്മുടെ ഒരു പൈപ്പ് നമുക്ക് തന്നിരിക്കുന്നു. സോ ദിസ് ഇസ് പൈപ്പ്. നമ്മുടെ ഒരു പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പൊ നമ്മൾ ആ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ഓയിലിന്റെ അപ്പോൾ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിരിക്കുന്നു. എത്രയാണ്? 0.8 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൈപ്പ്. പൈപ്പിനുള്ളിലൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകുകയാണ്. ആ ഫ്ലൂയിഡ് ആണ് എന്താണ്? ഓയിലാണ് നമ്മുടെ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് 0.8 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ വെഞ്ചുറി മീറ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇത് നമ്മുടെ വെഞ്ചുറി മീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, വെഞ്ചുറി മീറ്ററിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. വെഞ്ചുറി മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇത് ഓയിൽ മെർക്കുറി, എന്നിട്ട് അതിന്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇൻലെറ്റ് ഡയമീറ്റർ 20 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഡയമീറ്റർ 1 എന്ന് പറയുന്ന ഈ പോയിന്റിലെ ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. ത്രോട്ടിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ. സോ ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇത് ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഷോസ് എ റീഡിംഗ് ഓഫ് 25 സെന്റിമീറ്റർ. സോ നമ്മുടെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്തോ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലിക്വിഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 25 സെന്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് 25 സെന്റിമീറ്റർ അവിടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു. എന്തുകൊണ്ട്? ഈ യൂട്യൂബ് മാനോമീറ്ററിന്റെയും ആ പൈപ്പിനോട് ഉള്ളിലൂടെ ഒഴുകുന്ന രണ്ട് സ്ട്രീമിന്റെ മീൻസ് ഇൻലെറ്റിലെയും ത്രോട്ടിലെയും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനനുസരിച്ചിട്ട് 25 സെന്റിമീറ്റർ എന്ത് ചെയ്തു? ലിക്വിഡ് റൈസ് ഉണ്ടായി. സോ ഇതിനെ നമ്മൾ 25 സെന്റിമീറ്റർ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ. സോ നമ്മുടെ തൊട്ട് പുറകത്തെ ഇക്വേഷൻ എച്ച് കണ്ടുപിടിക്കാനുള്ള, അതായത് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ, സോറി, വെഞ്ചുറി മീറ്ററിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഈ √2GH, ഈ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 25 സെന്റിമീറ്ററിനെ എക്സ് ആയിട്ട് എടുത്തിട്ട് ഇൻറ്റു SH എന്തുവാണ്? നമുക്കറിയാം ഹെവി ലിക്വിഡ് ഇതിൽ ഏതാണോ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. SO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സോ ഇതിൽ ഹെവി ലിക്വിഡ് ഏതാണ്? നമുക്കറിയാം ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. യൂട്യൂബ് മാനോമീറ്ററിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ആണ്. സോ നമ്മുടെ ഇതിനകത്തെ യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലെ, അതായത് ഇതിനുള്ളിലുള്ള ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? മെർക്കുറിയാണ്. അപ്പൊ അതിന്റെ നമുക്ക് ഓർത്തിരിക്കണം എത്രയാണ്? 13.6 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 13.6 ആണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സ് എത്രയാണ്? 25 ഇൻറ്റു SH ഹെവി ലിക്വിഡ്, യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലാണ് ഹെവി ലിക്വിഡ്. സോ 13.6 ഡിവൈഡഡ് ബൈ ഓയിൽ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്നതാണ്. സോ ഡിവൈഡഡ് ബൈ 0.8 മൈനസ് 1. സോ വി ഗെറ്റ് 400 സെന്റിമീറ്റർ ഓഫ് ഓയിൽ. ഇതാണ് നമ്മുടെ അവിടുത്തെ പ്രഷർ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ അവിടുത്തെ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ് ഈ ഇക്വേഷനകത്ത് നമ്മൾ എച്ച് കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് A1 A2 ആണ്. നമുക്കിവിടെ ഡയമീറ്റർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇൻലെറ്റ് ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയയുടെ ഇക്വേഷൻ A1 ഈസ് ഈക്വൽ ടു π/4 D1 സ്ക്വയർ ആണ്. ദെൻ π/4 ഇൻറ്റു 20 സ്ക്വയർ, ദാറ്റ് ഈസ് 314.16 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ത്രോട്ടിലെ ഏരിയ കണ്ടുപിടിക്കുക. A2 ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 10 സ്ക്വയർ, ദാറ്റ് ഈസ് 78.54 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. പിന്നെ ക്വസ്റ്റിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? CD തന്നിട്ടുണ്ട്. സോ CD 0.98. വാട്ട് ഇസ് CD? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്.
ഇനി നമ്മൾ ഇതിനെ എല്ലാം കൂടെ നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ചില ഡെറിവേഷനൊക്കെ പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷൻ എങ്കിലും പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെഞ്ചുറിമീറ്ററിന്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എളുപ്പമാണ് നമുക്ക് ഇക്വേഷൻ പഠിക്കാനായിട്ട്. സി ഡി ഇൻറ്റു എ വൺ എ ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് എ ടു സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2gh. ഇതിൽ ഓരോരോ ടേം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മുടെ സിഡിയുടെ സ്ഥാനത്ത് 0.98 കൊടുക്കുക ഇൻറ്റു എ വൺ എ ടു നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 314.16 ഇൻറ്റു 78.54 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 314.16 the whole square minus 78.54 the whole square into root of 2gh എന്നുള്ളത് 2 into ഇവിടെ 9.81 ആണ്. അത് ഇവിടെ 981 എഴുതിയിരിക്കുന്നത്. സോ 9.81 എത്രയാണ്? നമ്മുടെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഗ്രാവിറ്റി ആണ് 9.81. സോ 9.81 ഇൻറ്റു 400. സോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഈ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇത്രയും വാല്യൂ ആണിത്. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സോ ഈ വാല്യൂ ആണ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേനും 70.465 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ എന്താണ് വെഞ്ചുറിമീറ്റർ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഓർക്കുക, നമുക്ക് ചില കേസിൽ ഈ എക്സിന്റെ വാല്യൂ നമുക്ക് ചില പ്രോബ്ലത്തിൽ എക്സിന്റെ വാല്യൂ നമുക്ക് തരുന്ന വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മാനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കേസുണ്ട്. ചില കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പ്രഷർ തരും. അതായത് ഇൻലെറ്റ് പ്രഷർ ഇത്ര പാസ്കൽ എന്നോ അല്ലെങ്കിൽ ഇത്ര അത് പ്രഷറിന്റെ യൂണിറ്റിൽ നമുക്ക് അതിനെ തരും. അപ്പൊ അത് P1 അതുപോലെ തന്നെ P2 എന്ന് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഈ എച്ച് എന്ന് പറയുന്ന വാല്യൂ, അതായത് ഇവിടുത്തെ എച്ച് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷനിലെ P1 ഡിവൈഡഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതായത് റോ ജി സോറി അപ്പം ഇത് എച്ച് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ ആണ്. അപ്പം പ്രഷർ P1 P2 ആയിട്ട് പ്രഷർ തരികയാണെന്നുണ്ടെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ P1 ഡിവൈഡ് ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അല്ല നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ യൂട്യൂബ് മാനോമീറ്ററിലെ ലിക്വിഡ് റൈസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് എക്സ് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ. ഒന്നെങ്കിൽ ഈ ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഇക്വേഷനോ ആയിരിക്കും നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. രണ്ട് സന്ദർഭമാണ്. ഒന്ന് യൂട്യൂബ് മാനോമീറ്ററിലെ ഉണ്ടാകുന്ന ലിക്വിഡ് റൈസ് തരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി രണ്ട് പ്രഷർ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ചില പ്രോബ്ലത്തിൽ നമുക്ക് എച്ച് ഡയറക്റ്റ് തരും. ഡയറക്റ്റ് പ്രഷർ ഹെഡ് ആയിട്ട് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞ് തന്നെ വരും. അപ്പൊ നമ്മൾ ഒന്നും കണ്ടുപിടിക്കാൻ നേരെ അയച്ച് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത് വേറൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ വെഞ്ചുറിമീറ്ററിന്റെ പ്രോബ്ലം മാക്സിമം പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, then thank you.